ഗണേശോത്സവത്തോടനുബന്ധിച്ച ഏലൂരിലെ ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയിൽ അണിനിരന്നത് നൂറുകണക്കിന് ആളുകൾ. ഏലൂർ ഫെറി ഭാഗത്തെ പുഴയിൽ ഗണേശ വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്തു. രേഷ്മ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 10 ദിവസം നീണ്ടുനിന്ന ഗണേശോത്സവത്തിന്റെ ചടങ്ങുകൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ഗണേശ നിമജ്ജനം. ആ നിമജ്ജനത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയാണ് ഈ കാണുന്നത്. ഏലൂർ ഭാഗത്തെ ഗണേശോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള നിമജ്ജന ഘോഷയാത്ര ഇത് നേരെ ചെന്ന് അവസാനിക്കുന്നത് ഫെറി ഭാഗത്തെ പുഴയോരത്താണ്. അവിടെയാണ് ഗണേശ വിഗ്രഹം നിമജ്ജനം ചെയ്യുക. നമുക്കറിയാം, സമ്പൽ സമൃദ്ധിയുടെ നാളുകൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഓരോ ഗണേശ വിഗ്രഹവും പൂജിച്ചതിന് ശേഷം നേരെ നിമജ്ജനം ചെയ്യുന്നത്. ഈ ഫെറി ഭാഗത്തെ പുഴയോരത്ത് അതിനുവേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നേരെ കാണുന്ന ഏറ്റവും മുൻപിലെ ദൃശ്യമെന്ന് പറയുന്നത് പടയണി കലാകാരന്മാർ, കുട്ടികളടങ്ങുന്ന പടയണി കലാകാരന്മാർ തൊട്ട് പിന്നിലായിട്ട് ഗണേശ ഭഗവാന്റെ അലങ്കരിച്ച വിഗ്രഹം, അത് എല്ലാ വർണ്ണാഭമായിട്ട് അലങ്കരിച്ച് വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച ഗണേശ ഭഗവാന്റെ വിഗ്രഹം ആബാലവൃദ്ധ ജനങ്ങളും ഈ ഘോഷയാത്രയുടെ ഭാഗമായിട്ടുണ്ട്. അതായത് ഈ അമ്മമാർ ഉൾപ്പെടുന്ന സംഘങ്ങൾ, കുട്ടികളടങ്ങുന്ന സംഘങ്ങളൊക്കെ തന്നെ ഈ ഘോഷയാത്രയുടെ ഭാഗമാണ്. തൊട്ട് പിന്നിലായിട്ട് വളരെ വർണ്ണാഭമായിട്ട് കൊട്ടും മേളവുമായി ഒരു സംഘം ആളുകളുമുണ്ട്. അത്തരത്തിൽ വളരെ മനോഹരമായിട്ട് വളരെ സസന്തോഷത്തോടു കൂടിയാണ് ഗണേശ ഭഗവാനെ മടക്കി അയക്കുന്നത്. ആ ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഏലൂർ ഫെറി ഭാഗത്തെ പുഴയോരത്താണ് നിമജ്ജനം ചെയ്യുന്നത്. നേരത്തെ കരയോഗ ഭാഗത്ത് അവിടെ ഓഡിറ്റോറിയത്തിലാണ് ഗണേശ വിഗ്രഹം പൂജിച്ചത്. 4 ഘട്ടങ്ങളായിട്ടുള്ള പൂജാ ചടങ്ങുകൾക്ക് ശേഷമാണ് ഗണേശ ഭഗവാനെ നിമജ്ജനം ചെയ്യുന്നത്. വരും നാളിൽ ഭാഗ്യവും സമ്പൽ സമൃദ്ധിയും കൊണ്ടുവരാനായിട്ട് ഗണേശ ഭഗവാനോട് ഭക്തർ പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹത്തെ മടക്കി അയക്കുന്നു എന്നുള്ളതാണ് ഈ നിമജ്ജനം സംബന്ധിച്ചുള്ള വിശ്വാസം, ഐതിഹ്യം. എന്തായാലും ഏലൂർ ഭാഗത്തെ എല്ലാ ജനങ്ങളും, ഹൈന്ദവ വിശ്വാസികളൊക്കെ തന്നെ ഈ ഗണേശ നിമജ്ജന ഘോഷയാത്രയിൽ പങ്കുകൊള്ളുന്നുണ്ട്.